കള്ളുഷാപ്പുകൾ നിർത്തരുതെന്ന് അഭിപ്രായപ്പെടുന്നവർ കേരളത്തിലെ സ്ത്രീകളുടെ കണ്ണുനീർ കൂടി കാണണമെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. പറഞ്ഞു. ക്രൈം റെക്കോർഡ് എടുത്ത് പരിശോധിച്ചാൽ എന്താ കാണാൻ സാധിക്കുന്നത്? ഏറ്റവും അധികം സ്ത്രീകളെ ദ്രോഹിക്കുന്നത് മദ്യപിച്ച ഭർത്താക്കന്മാരാണ്. യാഥാർത്ഥ്യമാണ്. ഈ അക്രമങ്ങൾക്ക് ഒരു വിലയില്ലെന്നാണോ? അതൊരു ഭാഗത്ത്. ഈ ഇതിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റ് എടുത്ത് നോക്ക്. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ്, മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത്. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതിന് പരമായിട്ട് എത്ര ആളുകൾ മരിക്കുന്നുണ്ട്? എല്ലാ ആക്സിഡന്റിന്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് മദ്യമാണ്. ആ സ്വഭാവത്തിൽ ഇവിടുത്തെ സ്ത്രീകളെ ആക്രമിക്കപ്പെടുന്നു. സ്ത്രീകളുടെ നേർക്ക് കടന്നാക്രമണങ്ങൾ നടക്കുന്നതിന്റെ മൂലകാരണം മദ്യമാണെന്ന് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു. മഹാത്മാഗാന്ധി ഫീസ് ഫൗണ്ടേഷൻ സംസ്ഥാന സമിതി ഗാന്ധി ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച രാഷ്ട്രീയ വികസനം രാഷ്ട്രീയത്തിനപ്പുറം എന്ന ചർച്ചാ പരമ്പരയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഭ്യന്തര വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ചാൽ ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നത് മദ്യപാനം മൂലമാണ്. സ്കൂൾ കുട്ടികൾ അപകടകരമായ മദ്യപാന അവസ്ഥയിലേക്ക് വരുന്നതും ദുഃഖകരമാണ്. ഇത് കേരളത്തിന്റെ സംസ്കാരത്തിന് ആപത്താണെന്നും ഇ.ടി. പറഞ്ഞു. പുരസ്കാരം മന്ത്രി എ.പി. അനിൽകുമാർ വിതരണം ചെയ്തു. എസ്. പ്രദീപ് കുമാർ അധ്യക്ഷനായി. എൻ.കെ. പ്രമേന്ദ്രൻ, അഡ്വക്കേറ്റ് ആർ. ഗോപാലകൃഷ്ണപിള്ള, ആക്കൂർ ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് എൻ. സുഗതൻ, മാധവൻ നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.